ഞാനേ ഇന്നോട്ട് സിഗ്മ ആവാൻ തുടങ്ങുവാണേ. ഇനി തൊട്ട് സിഗ്മ ആയിരിക്കും. അത് നീ മൊത്തം കംപ്ലീറ്റ് ആക്കിയില്ല. ഞാൻ സിഗ്മ ഒന്നുമല്ലടി, ഞാൻ ചുമ്മാ പറഞ്ഞേ. സുട്ടുപടി എന്തോ ഷുട്ടു ഷുട്ടു പണി. എന്താ? ഞാനേ ഫോണിൽ ഒരു വാൾപേപ്പർ ഇട്ടിട്ടുണ്ട്, അത് ഇനി മാറ്റിയേക്കല്ലേ. അയ്യേ കൊഴപ്പടാ കണ്ണാപ്പി, നീ കറക്റ്റ് കണ്ണാപ്പി ആയത്. ലോറ കേറ്. പോയിട്ട് വരാവേ. വരാണോ എന്തോ. അത് ഷിബു അല്ലേ പോയേ? ഷിബുവിനെ കേട്ട്. ഈ ഷിബു എവിടെ? ഷിബു ഇതാരാ ഈ തെണ്ടികളൊക്കെ പിടിച്ച് സീറ്റ് കേട്ടിട്ടേക്കുന്നത്? ഷിബു കേറാ, പിടിച്ച് മാറ്റുവല്ലേ പോയി. ഇതെന്താ ഇങ്ങനെ നിക്കണേ? എടാ ഷിബു ഉള്ളിൽ കേറിയിട്ട് മറ്റവൻ പിടിച്ചു വെക്കട്ടെ. ഇല്ലില്ല കേറി അങ്ങനെ നമ്മള് മന്ദാരത്തിലിട്ടൊന്ന് ആരുടെ വണ്ടി? എടാ മന്ദാരം, എടാ മന്ദാരം, ഹലോ എടാ മന്ദാരം റെഡി ഇല്ല? നീ എന്താ നേരത്തെ വണ്ടിയുടെ എന്താ പറയുന്നേട്ട്? അല്ല എന്തോ എന്റെ വണ്ടിയുടെ ദിവസമാണോ? എന്തോ വണ്ടിയുടെ എടാ മെക്കീന് ഈ ആഴ്ച ലോഞ്ച് ഉണ്ട്, എല്ലാരും പറഞ്ഞ കേട്ടോ. സിറ്റിയിലുള്ള എല്ലാരും വിളിക്കുന്നുണ്ട്. ചന്ദ്രു സിറ്റിയിലുള്ള എല്ലാ ഗാങ്ങിനും എല്ലാരും വിളിക്കുന്നുണ്ട്. നാളെ മിക്കവാറും ഇൻവിറ്റേഷൻ ആയിരിക്കും. ആടാ തന്നില്ല തന്നെ. നമ്മളെടാ ഇച്ചിരി ദൂരെയാണല്ലോടാ മന്ദാരം. നീ ഏതെങ്കിലും മാമന്മാരുടെ മുണ്ടിന്റെ അടിയിലും കാണും കേട്ടോടാ. നീ ഹലോ എത്ര ദിവസമായില്ലേ ലോറ നമ്മളൊന്ന് ഒരുമിച്ചിരുന്നിട്ട്? കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ചല്ലേ ഇരുന്നേ, 2 ദിവസം മുന്നേ. അവിടെ പോണ് ഇരി വന്ന് ഇത് ഇരിക്കുന്ന എങ്ങനെ? ഇതില് മണ്ടയ്ക്ക് എറിക്കണ? എന്റെ പേര് ഷിബു. ഇരി. എയറിലെങ്കിൽ എയറിലിരിക്കാം. ഞാനേ ഇന്നോട്ട് സിഗ്മ ആവാൻ തുടങ്ങുവാണേ. അപ്പൊ അത് പറയാനാണ് പെണ്ണില്ലാത്ത നീ എങ്ങനെയാ സിഗ്മ അല്ലാണ്ടാവുന്നേ? പെണ്ണുങ്ങളെ സംസാരിക്കില്ലാന്നാണ് അവൻ ഉദ്ദേശിച്ചത് സിഗ്മ. അല്ലേ പറയുന്നത് നിനക്ക് ചെറുക്കനുണ്ടാടി. കെട്ടിക്കിടക്കല്ലേ? നീ തെക്കോട്ട് നോക്കിയിരുന്നോ? നിന്നെ കെട്ടാനട്ടെ നാളെ വിജയദേവരെ കൊണ്ട് വരും. വിജയദേവരെ കൊണ്ട് ദിവസത്തിന് കല്യാണം കഴിച്ചാ എന്തെങ്കിലും പറ്റി വെക്കോ? എന്തെങ്കിലും തരുവോ? അല്ല കല്യാണം കഴിക്കണ്ട. നീ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കത്തില്ല, എന്നിട്ട് ചെറുക്കയില്ലാന്ന് പറഞ്ഞ് തുപ്പുകയും ചെയ്യും അല്ലേടാ? അത് ഞാൻ എന്തിനാ സമ്മതിക്കാതിരിക്കുന്നത്? നിനക്ക് കെട്ടടി. 3 ദിവസത്തിൽ നടന്നില്ലെങ്കിലോ? നടക്കുന്ന നീ പറഞ്ഞു. നടന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നടന്നില്ലെങ്കിൽ പോയി മുട്ട അടിക്കണം. ഞാൻ എന്തിനടിക്കണം? കാര്യം പറ. നീ പറയുന്നത് എന്തോ 3 ദിവസം കഴിയുമ്പോ ഞാൻ കേൾക്കും. അത് വേണ്ട. കർണാപ്പി എന്തിനൊരു കാര്യം പറയടാ. അല്ല വേണ്ട, കല്യാണം വേണ്ട. കുഞ്ഞല്ലടാ അവള്. ഇപ്പഴേ കല്യാണം കഴിച്ചാൽ എങ്ങനെയാ? ഞാൻ കുഞ്ഞൊന്നുമല്ല, എനിക്ക് 22 വയസ്സ്. 22 വയസ്സായെന്ന് പറഞ്ഞാൽ നിനക്ക് എല്ലാം അങ്ങ് തികഞ്ഞെന്നാണ് നിന്റെ വിചാരം? അതെ അതെ, വന്നമുത്തി വൈവാഹിക ജീവിതത്തിലോട്ട് പ്രവേശിക്കാറായി. പിന്നെ വൈവാഹിക ജീവിതം കൊറേ നാളെ
പെണ്ണുമില്ല സാമാനുമില്ല. എങ്ങനെയാണ് നമുക്ക് നേരെ ലെഫ്റ്റ് വെക്കാം? തോന്നിയ ദിവസം പറഞ്ഞേ. മറ്റേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ആ എന്നാലും എന്തായാലും 24 മണിക്കൂർ നിന്നെ വിളിച്ചു കഴിഞ്ഞാ ബിസി. എന്നൊന്ന് വിളിച്ചേ. അല്ലെ പറഞ്ഞതാ മിക്കപ്പോഴും. ഇങ്ങോട്ടൊരു കോൾ ഒരു കാര്യം വന്നിട്ടില്ല കേട്ടോ. ഇത് ആരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നേ? ആ വല്ല ഫാൻസും കാമുകി അല്ലെങ്കിൽ അവിഹിതല്ല റോസി വല്ല ആയിരിക്കും. റോസി അത് കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുമായി അതിപ്പോ വിദേശിച്ചവരാണ്. എന്തോ ഇതൊക്കെ എന്തിനാ നീ അന്വേഷിക്കുന്നേ? എന്ത് ഞാൻ എന്തിനാ അന്വേഷിക്കുന്നേ? നീ എന്തിനാ അന്വേഷിക്കുന്നേ? അവളുടെ കാര്യം മൊത്തം അറിയാലോ. അല്ല അവളുടെ കല്യാണം കഴിഞ്ഞ് കൊച്ചുള്ള അറിയാം. വിദേശത്ത് എവിടെയാന്നല്ലേ അറിയുന്നത്? അതൊക്കെ പണ്ടേ അറിയാവുന്ന കാര്യം എല്ലാവർക്കും. ഷിബുവിന്റെ രോമത്തിൽ തൊടുവില്ല ഒരുത്തിന്. ഷിബുവിനെ തൊട്ട് കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ ഇതൊക്കെ അങ്ങ് മാറും. ഓ MLA കോളായിരിക്കും. എടുക്കടി കോളറി. മുടുക്കപ്പമ്പിന്റെ കുറച്ച് മേലെ. എടാ പോയേ ഒന്നുമില്ല പ്രത്യേകതയുണ്ട്. മറന്നോ നീ? ആ മുടുക്കപ്പമ്പിന്റെ കുറച്ച് മേലെ ഒരു ഗരാജ്. എടാ നീ മറന്നോ? എടാ ഇത് പ്രശ്നമാവും. നീ വന്നേ. ശരി എവിടെ പറ എനിക്കിപ്പോ വന്നോ ഒരു പ്രൈവറ്റ് ലൈഫ് ഇല്ല കേട്ടോ. നിങ്ങ എന്തിനാടാ പ്രൈവറ്റ് ഫ്രണ്ട്ഷിപ്പ്? എന്തിനാടാ പ്രൈവറ്റ് പ്രൈവസി ഒക്കെ? അല്ല പറഞ്ഞ വന്നിപ്പോ ഒരു പ്രൈവറ്റ് ലൈഫ് ഇല്ല. ഇതിപ്പം ലോറയ്ക്ക് കല്യാണം ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോടാ. കാരണം അന്ന് ജില്ലയുടെ വെച്ചിട്ടുണ്ടായ നീ മറന്നോടാ. അതിന്റെ വീഡിയോ ഉപ്പയുണ്ട് കിടപ്പുണ്ട്. ഞാനിടും ഗ്രാമില് പൈസക്ക് ഇടും. ഞാൻ പൈസക്ക് പോയി. വേറെ ആരാണേലും കുഴപ്പമില്ലായിരുന്നു. മുറിച്ചുണ്ട് നിനക്ക് എന്നെ അങ്ങനെ വിളിക്കുന്നില്ല. ഇവിടെ ഒരു ഇത് തോന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അന്ന് ഉള്ളതിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ കയ്യില്? എന്റെ വീഡിയോ ഉണ്ട്. വീഡിയോ അന്ന് എനിക്ക് അയച്ചേ. വേഗം അയക്കും. അതൊരു ഞാൻ എടുത്തതാണ് ഒരാൾക്ക് അങ്ങോട്ട് അയക്കാം. അന്ന് ഞാൻ സ്നാപ്ഗ്രാമിടാ. വീഡിയോ ഇട്. പുറത്തൊന്ന് എടുക്കട്ടെ. വെയിറ്റ്. നീ ആരോടെ പറ? അവൻ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്തിട്ട് കൊണ്ടിടുവേ. പിന്നെ എന്റെ പേര് പറയരുത്. നമുക്ക് 3 പേർക്ക് അറിയത്തുള്ളൂ. ഞാൻ ചാവാൻ കിടന്നപ്പോ നീ കൃത്രിമ ശാസ്ത്രം എന്തേന്ന് കണ്ടിരിക്കുന്നവര് വേറെ അല്ലേ വിചാരിക്കത്തുള്ളു. പുറത്തുനിന്നെടുക്കാൻ പറ്റൂല. അകത്തുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റുള്ളൂ. തെളിവ് പോരെ? ആ ലൈവ് കട്ട് ചെയ്യണം. ഫേസ് ക്യാമറ ഒന്ന് കട്ട് ചെയ്യണം. അവളെ പേടിപ്പിക്കല്ലേ കൊച്ചു പാവം. എന്നാലും മുറിച്ചുണ്ടനൊക്കെ ഉമ്മ കൊടുക്കാന്ന് പറഞ്ഞാല് ഞാൻ ഉമ്മ കൊടുത്തിട്ടില്ല. ഞാൻ കണ്ടയാ. ഞാൻ ശരിക്കും കണ്ട. ഞാൻ ഇത്ര അടുത്ത് നിൽക്കുവായിരുന്നല്ലോ. അത് എന്റെ മുമ്പിൽ വെച്ച് എത്തിയല്ലേ ഒരു ഇച്ചിരി നാണെങ്കിലും വേണ്ട. ഞാൻ ഇത്ര അടുത്ത് നിൽക്കുകയല്ലായിരുന്നു. ഞാൻ എന്ത് വിചാരിക്കുന്നുള്ളൊരു തോട്ടെങ്കിലും. ലോറ ഇപ്പം പലതും പറ. ലോറ ഞാൻ ചാവാൻ കിടന്നപ്പോ ലോറ എന്താ അങ്ങനെ ചെയ്യുന്നതല്ലേ പറ്റൂ? ലോറ ജീവൻ രക്ഷിക്കാനാണോ അല്ലേ? അതൊക്കെ പോട്ടെ. മുറിച്ചുണ്ടൻ ഉമ്മ കൊടുത്തോ? അത് ഉമ്മയല്ലല്ലോ. ശരിയാക്കി തരാം. അവൻ ഫ്ലാഷ് ആക്കോടെ പോയി.
സംഭവം നടന്നടാ. പോയി നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു ഫോട്ടോ ഉണ്ട്, ഒരു വീഡിയോ ഉണ്ട്. മിണ്ടത്തില്ല പോയി മിണ്ടത്തില്ല വന്നേ പോയി നമ്മുടെ മൂന്ന് കൊല്ലം പോയി ഞാനൊരു പോയി example പറഞ്ഞുതരാം. പോയി വേണ്ട ചുണ്ടനും ഉണ്ട്. പോയി ലോറ ആ ഹലോ ആളിയെ പറ കണ്ണാപ്പി ആ എന്ത് പറ്റി അറിഞ്ഞില്ലേ ഇനി തൊട്ട് സിഗ്മ ആയിരിക്കും അത് നീ മൊത്തം കംപ്ലീറ്റ് ആക്കിയില്ല ഞാൻ സിഗ്മ ഒന്നുമല്ലടി ഞാൻ ചുമ്മാ പറഞ്ഞേ എനിക്ക് എങ്ങനെയാണ് സിഗ്മ എനിക്ക് സിഗ്മ എങ്ങനെ നിന്നോട് മിണ്ടാൻ പറ്റുമോ അത് ശരിയാ കൊഴപ്പില്ല പൊളിച്ചു 10 മിനിറ്റ് എടാ ഇപ്പോഴത്തെ ട്രെൻഡില് ഇപ്പൊ പെമ്പിള്ളാരൊക്കെ വിളിക്കുന്നത് ചുട്ടുമണി നല്ലേടാ പോയി അതെ സുട്ടുമണി അത് വിളിക്കില്ല കണ്ണാപ്പിനെ. എനിക്ക് എന്തായാലും പെണ്ണ് സെറ്റ് ആവത്തില്ലെന്ന് അറിഞ്ഞോടല്ലോ ഒന്ന് ഒരു വട്ടം കേക്കാവുള്ള സുട്ടുമണിന്ന് വിളിച്ചേ. നിന്നെ വിളിക്കാനാ ആ ഒരു വട്ടം. എടാ ഞാൻ എന്റെ കാമുകന് ഇടാണെങ്കിൽ അങ്ങനെ വിളിക്കാം കാമുകന് ഇടാൻ വെച്ച വേറെ അതൊക്കെ അന്ന് വിളിക്ക്, ഏതായാലും ചുമ്മാ വിളി ഇല്ലടാ പോകണ്ട അതൊക്കെ എന്തിനാ അതൊക്കെ ഭയങ്കര ഒലിപ്പീരാവും ഇടറി വിളിക്ക്. ആ വിളിച്ചില്ലേ മുറിച്ചുണ്ടന്റെ കാര്യം ഇപ്പൊ എല്ലാരും പറയാം. വിളിച്ച് അയ്യോ നീ അവിടെ പോയതിനാ പറഞ്ഞതേ ഇതാരാണ് MG3 നിങ്ങൾ തിരിച്ചോളാ നിങ്ങൾക്കൊരു കാര്യം അറിയാടാ, അങ്ങനെ ചില്ലാടിന്റെ എന്താ എടാ ദിവസം നീ 5 കോടി വെച്ച് എനിക്ക് തെണ്ടിക്കൊണ്ട് തരണം. ഇതെന്താ ചേട്ടാ ഇതൊരു പണിയായില്ല ഇതന്നെ ഒരു പണിയാവും ചേട്ടാ ഞാനില്ല. നിന്റെ സാലറി 2 കോടി രൂപ ദിവസം. പിന്നെ ഇത്ര ദാരിദ്ര്യം ഇല്ല ചേട്ടാ എനിക്ക് വേണ്ട. ഞാനാണ് അവന്റെ മുതലാളി. സൂപ്പർ. ഇവരെ പോറ്റാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ പണിക്ക് പോകുക. കേട്ടില്ല എന്നെ കണ്ട് ചുട്ടുപണിയെ പോലെ തോന്നുന്നുണ്ടോടാ? കണ്ണ ഒന്ന് വന്നേ. ആ എന്താ ഷുട്ടു എടാ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അതിനിപ്പോ എന്താ ചുട്ടുപണി കളിക്കുന്നല്ലേ? ചുട്ടുപണി കളിക്കാൻ പറ്റത്തില്ല. അതെന്തോ ഓവർ. ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവുമ്പോ ചുട്ടുപണി വിളിക്കുന്നതിൽ എന്താ വിളിക്കാൻ പറ്റൂലേ? ഇപ്പൊ പറയണം വിളിക്കാൻ പറ്റൂലേ? ബ്ലാക്ക് മെയിലിംഗ് ആണ് പാവടാ. അതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യരുത്. അതിന് ഇഷ്ടമുണ്ടെ വിളിച്ചാൽ കേടാ. സ്നേഹത്തോടെ എന്തെങ്കിലും അവള് ചുറ്റുമണി തന്നെ വിളിക്കുന്നൊരു കാലം വരും. നിന്നെ ചുക്കാമണിന്ന് വിളിക്കടാ ആരേലും ഒക്കെ ഉണ്ടച്ചോനെ. എന്നെ ചുക്കാമണി ഇല്ലാത്തവനെന്ന് വിളിക്കും. നീ നോക്കിയിരിക്കണേടാ. ചുട്ടുപണിന്ന് വിളിക്കൂല ആരും. ഷുട്ടു എന്താ മണിയാ എടാ മണീന്ന് നിന്നെ വിളിച്ചാ മണീന്ന് ബാക്കി വിളിക്കണ്ടേ? ഓ അങ്ങനെ മണീന്നോ? ഓ അങ്ങനെ ഞാൻ ചുട്ടു തുടങ്ങിയ നീ മണീന്ന് വിളിക്കല്ലേ? ലോറ സിറ്റിയിലെ പെൺപിള്ളേർക്ക് ഇപ്പൊ എന്നോട് ഭയങ്കര സോഫ്റ്റ് കോൺട്രോൾ ലോറ. എന്ത് പറ്റി? ഹെലെന്ന് പറഞ്ഞ കുട്ടിയൊക്കെ ഭയങ്കര വിളിയോ വിളി. ഫോൺ നേരത്തെ കളഞ്ഞുപോയി. അപ്പൊ കയ്യിലെടുത്തതോ? അത് ടാബ്ലറ്റ്. ഞാനേ ഇത് ക്യാമറ ആയിരുന്നു എന്റെ. അപ്പം കണ്ണകുണ്ണ എന്ന് വിളിച്ചെന്നെ മമ്മയാക്കി നീ, പണത്തിന് വേണ്ടി എന്നെ മറന്നു നീ അവന്റെ ഒപ്പം പോയില്ലേ, തങ്കം പോലുള്ള എന്നെ മറന്നു നീ അവന്റെ ഒപ്പം പോയില്ലേ, ഞാൻ പണക്കാ. ഫോണോ? നീങ്ങ ഈ നാട്ടിലുള്ളവന്മാരൊന്നും ഉപകാരമില്ല ചേട്ടാ. ഒരു പച്ച അവൾക്ക് ഫോൺ കൊടുക്കട്ടാ പോയേ. താനെടു ചാറ്റ് ഒന്നും ഡിലീറ്റ് ആവല്ലേ?
എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല, സത്യസന്ധനായ. ഉം. ആ എടാ പോയി കൊല എനിക്ക് ചൗമാരൊക്കെ തല്ലാനായിട്ടൊക്കെ മുട്ടി നിൽക്കോടെ. നിനക്കോടാ? ആരെയാ ചാവേർപടേനെയാ? അല്ല കണ്ണാ മറ്റവന്മാരെ. ഈ ഇവിടെ പട്ടി പൊട്ടു നോക്കോളി. ആ ഇവിടെ നിക്ക് പോരാ. അവിടെ പോവാ. ഇതെവിടെ പോണ്? ഞാൻ നോക്കിട്ട് വരാം, നിക്കേ. നീ എന്തിനീ കണ്ട പെണ്ണുങ്ങൾക്ക് ഫോണൊക്കെ കൊടുക്കണേ? ഉളുപ്പുണ്ടാ? ഞാൻ പറയട്ടെ, നമ്മുടെ ഫോണിൽ ഒന്നും ഇല്ലല്ലോടാ, മനസ്സിലായോ? എടാ അവര് നീ കൈ വെക്കിക്കേ, നീ കൈ വെക്കിക്കേ. എടാ എന്റെ കയ്യിൽ ഒന്നും ഇല്ലളിയാ. നീ നീ കൈ വെക്കി, ആരുടെയൊക്കെ ഫോട്ടോ ഉണ്ടെന്ന് നോക്കട്ടെ. 6 കൈ ഫോട്ടോ ഇല്ല. വെക്കിക്കേ എന്നാ. 6 നീ കൈ വെക്കിക്കേ. 2 ഫോട്ടോ ഉണ്ട്. ഇപ്പൊ ഇല്ല ഇല്ല, നീ ഒന്ന് പൊക്കിക്കടാ. നീ പൊക്കടാ, ഞാനൊന്നും എടുക്കൂല. സിറ്റുവേഷൻ ആണോ അപ്പുറത്ത്? സിറ്റുവേഷൻ ഫയർ സൗണ്ട് ഉണ്ടായിരുന്നോ? പിന്നെ ഫയർ സൗണ്ട് വീഡിയോ പോവാ അടിച്ചു കൊല്ലും. പിന്നെ ഇടപെടാതിരിക്കുന്നതാണ് ഭേദം. എന്താണ് സിറ്റുവേഷന്റെ ഇടയ്ക്ക് ഏമത്തിന് പൊക്കാൻ പറ്റില്ല എന്ന് അറിയില്ല. പിന്നെ എന്തിനാ പിന്നെ എന്തിനാ പൊക്കി പിടിച്ചോണ്ട് വരുന്നേ? പൊക്കെ വണ്ടി എടുത്ത് പോണേ. കളിപ്പോ നമ്മള് എന്താ വേണി നോക്കുന്നേ? ഒന്നുമില്ല, ചുമ്മാ വെയിറ്റേ. തന്തേലാഴി ഉണ്ടല്ലോ, തന്തേലാഴി. ഫ്ലോറ ചേച്ചി ഇത് കഴിഞ്ഞിട്ട് വിളിക്കേ, നമ്പർ ആവേ. ആ ആ, അതെ, പേപ്പർ അഡ്ജസ്റ്റ് ചെയ്യുന്നേ. ആറാ. തന്തേലാഴി ഉണ്ടല്ലോ, തന്തേലാഴി. എന്താടാ നീ എന്റെ പൈസ എന്തിനാ എടുത്തത്? ഞാൻ എടുത്തില്ലടാ. എന്റെ പൈസ കള്ളനാണല്ലേ പോയി. ഞാൻ വേണോളേ, നീ വെച്ചോളേ. എടുത്തെങ്കിൽ എടുത്തെന്ന് പറ, എടുത്ത് ചോദിച്ചെടുത്തോളെ. എനിക്ക് നിന്റെ 1 രൂപ വേണ്ട. ആ ലോറ പറ, പോണ്ട. സംശയം കഴിഞ്ഞോ നിന്റെ? ഇപ്പൊ എവിടെയുണ്ട്? നീ എങ്ങോട്ടാ പോയേ? ഹായ് ഹായ് ഞാൻ വരുമ്പോ നീ ഇല്ല, നീ വരുമ്പോ ഞാനില്ല. ആ നീ ബിസി അല്ലേടി? ഇപ്പൊ ഉണ്ട്. പിന്നെ കോളാക്കാൻ പറ്റാത്ത എന്താ? ഇവിടെ ഞാനാണെ സിറ്റിയിൽ എപ്പോഴാ വന്നേ? സിറ്റിയില് കുറച്ചു മുമ്പ്. ആർക്കാ ആദ്യം മെസ്സേജ് അയച്ചേ? അത് നിനക്ക്. അപ്പൊ അവക്ക് എങ്ങനെ ആ സമയത്ത് മെസ്സേജ് പോയേ? അത് ഇന്നലെ അയച്ചായിരിക്കും. നെറ്റ് ഓൺ ആയപ്പോഴേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്തിനാ ഈ സംശയരോഗം? എന്തിനാ? ഫ്രണ്ട്സ് അല്ലേ, അവനിപ്പോ ആർക്കെങ്കിലും മെസ്സേജ് ഇപ്പൊ എന്താ സംശയരോഗം പറഞ്ഞാ ചോദിച്ചൂടെ? അത് ഒരു ഫ്രണ്ട് ആകുമ്പോ ഞാനും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട്സിനോടല്ലേ ഇങ്ങനെ ആയിരിക്കും ഇനി തൊട്ടെ? ആ എന്ത് 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 എങ്ങനെ? എന്ത് 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 വിൽക്കുന്ന? അല്ല എങ്ങനെ എന്ത് എങ്ങനെയാവുന്ന? ആ ഇത് തന്നെ, ഞാനും ഇനി സിറ്റി വരുമ്പോ നിനക്ക് മെസ്സേജ് അയക്കാണ്ട് അവൾക്കൊക്കെ മെസ്സേജ് നമുക്ക് ഹെല്ലെ കാണാൻ പോണോ? എന്നാലേ വിളിച്ചിട്ട് കാണാൻ വരാൻ പറ്റൂ. ഞാൻ വിളിച്ചോളാം. ഫോൺ എന്റെ കയ്യിലുണ്ടല്ലോ, പിന്നെന്താ? നിന്റെ അച്ഛന്റെ പേരെന്താന്ന് പറഞ്ഞേ? പോലീസിലൊന്നുമല്ലല്ലോ നിന്റെ അച്ഛൻ. നീ മിണ്ടരുത്. ഞാനേ ഫോണിൽ ഒരു വാൾപേപ്പർ ഇട്ടിട്ടുണ്ട്, അത് ഇനി മാറ്റിയേക്കല്ലേ. അയ്യേ കൊഴപ്പടാ കണ്ണാപ്പി, നീ കറക്റ്റ് കണ്ണാപ്പിയായത്. അയ്യോ പാത്ത് വരുന്നോടെ വരെ വെച്ച സിഗ്നൽ വാൾപേപ്പർ ആക്കാൻ നിന്നിട്ടില്ല. അടുത്തോട്ട് വാ.